ഹലോ ഗൈസ്, നമസ്കാരം. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമുക്ക് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് അതിന് ക്ഷമ പറയുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്യുന്നൊരു കാര്യം. അംഗീകരിക്കുക എന്നുള്ള കാര്യം വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വിജയ് മാധവൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ രണ്ടാമത്തെ കുഞ്ഞ് ഓം പരമാത്മയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് പേരിടിൽ പബ്ലിക്കാക്കി സംസാരിച്ചതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഒരുപാട് വന്നു. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ അവർ വളരെയധികം ഇമോഷണലായിട്ട് കരയുന്ന സാഹചര്യം വന്നു. ഒത്തിരി അവരതിനെക്കുറിച്ച് വറീഡായിട്ട് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിക്കകത്ത് ആ ഒരു വിഷമം പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പബ്ലിക്കാണോ കാരണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞിട്ട് ഇതെല്ലാം പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. കാരണം അതങ്ങനെയാണ്. പബ്ലിക് ഓഡിറ്റിംഗ് എന്നുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ബ്രൂട്ടലായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് അവരുടെ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ കേൾക്കാനും അത് സംസാരിക്കാനും എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. കാരണം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കേൾക്കാം. നമ്മൾ പറഞ്ഞ് സുലാനാക്കി. ഓക്കെ, പുള്ളിക്കാരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി നിർത്തുവാണ്. അദ്ദേഹം ഒഫീഷ്യലി പേരിടുന്ന പരിപാടി നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് തിരുത്താൻ ശ്രമിക്കുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മിസ്റ്റേക്ക് എന്നുള്ളതല്ല, ഇഷ്ടം തന്നെയാണ്. കാരണം സ്വന്തം കുഞ്ഞിന് പേരിടുക എന്നുള്ളൊരു കാര്യം ഇഷ്ടമല്ലേ? അത് മറ്റൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം ചോദിച്ചിട്ടോ ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നാളെ സമൂഹത്തിൽ ഒരു വ്യക്തിയായിട്ട് ജീവിക്കേണ്ടതാണ്. ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിൽ സമൂഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു പേര് കൊണ്ടുള്ള ഒരു അപമാനമോ വിഷമമോ എവിടെയെങ്കിലും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞു ഉള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അവർ വളരെയധികം വേദനിപ്പിച്ച ചില കമന്റ്സിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ജനറലി എല്ലാവർക്കും കൂടെ പറയാണ്, ഞാൻ എന്റെ ഫാമിലിനെ അങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലി ആയിട്ട് ഞാൻ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു വീഡിയോ ആണ്, വേറെ ഒന്നുമില്ല. ഒരുപാട് പേര് നല്ല ദേവിക കരയുന്ന വീഡിയോ കണ്ട് മെസ്സേജ് ഒക്കെ അയച്ചു. പുള്ളിക്കാരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് ഈ ആഫ്റ്റർ പ്രഗ്നൻസി കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ഭ്രാന്തനാണ് പൊട്ടനാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ചെറിയ മാനസിക സമ്മർദ്ദമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഈ ആൾക്കാർ ഭ്രാന്തൻ എന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഭ്രാന്തനാവണമെന്നും ആൾക്കാർ നല്ല ബുദ്ധിയും ബോധമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ബോധമുള്ള ഒരാളൊന്നുമില്ല. ആൾക്കാരുടെ ഈ ചാപ്പ അല്ലെങ്കിൽ ആൾക്കാർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ നോക്കി ജീവിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെയുള്ള വ്യക്തിപരമായ അഭിപ്രായം. ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കോളുകൾ വന്നിട്ട് ഞാനിങ്ങനെ മറുപടി പറഞ്ഞ് മടുത്തു. ഒപ്പം 1-2 കാര്യങ്ങളും കൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു. ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ആത്മജയുടെ പേരിൽ ഒരു ആത്മജ സെന്റർ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡിസൈൻസിന്റെ ഉണ്ടായിരുന്നു. ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെ, അതിന്റെ പേര് ഞാൻ ഓം ഡിസൈൻസ് എന്ന് ഓൾറെഡി ഇട്ട് വെബ്സൈറ്റ് സാധനമൊക്കെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു. അതുകൊണ്ട് ആ പേരും കൂടെ വരും, ഓം ഡിസൈൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ഓം ഡിസൈൻസ് എന്നല്ല. അതിനിപ്പോൾ മറ്റെന്ത് തരത്തിലുള്ളൊരു പേരാണെങ്കിലും അത് ആരെങ്കിലും വിമർശിക്കാൻ വരും. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പേരും കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വിഷയമായിട്ട് സംസാരിച്ചപ്പോഴാണ് കമൻറ്റ് ബോക്സ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കമൻറ്റ് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നത് അവർ ആ കമൻറ്റിനകത്ത് അവർ പറയുന്നത്, നിങ്ങളുടെ പേര് എന്തുകൊണ്ട് ഈ മൂപ്പൻ സ്ലോഗ് എന്ന് ചാനലിന് പേരിട്ടു, എന്നെ മൂപ്പൻ എന്ന് വിളിക്കുന്നു, ഇതെന്തിനാണ് നിങ്ങൾ ഇട്ടതെന്ന് ചോദ്യം. അത് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അറിവിലേക്ക് പറഞ്ഞുതരാം. എൻ്റെ കൂട്ടുകാരനെ കളിയാക്കി വിളിച്ച പേരാണ് മൂപ്പൻ അഥവാ കാട്ടുമൂപ്പൻ. അതായത് എന്തെങ്കിലും തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ഇടപെട്ടിട്ട് ആ ഒരു വിഷയം തീർക്കുന്നൊരു സ്വഭാവം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വളരെ സരസമായ സഭ്യമായ രീതിയിൽ സംസാരിക്കുന്നതിനപ്പുറത്തൊരു വയലന്റ് നേച്ചർ എനിക്കുണ്ട്. അത് ഓരോ വ്യക്തികൾക്കുണ്ടല്ലോ, വ്യക്തിപരമായ സ്വഭാവങ്ങളും പല തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ആ വിഷയങ്ങൾ തീർക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇടനിലക്കാരനെ നിന്നുകൊണ്ട് പരിഹരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് എനിക്ക് ആ പേര് കിട്ടിയിട്ടുള്ളത്. ആ ഒരു കളിയാക്കലൊക്കെ ആണെങ്കിലും ഞാൻ SP ക്രിയേറ്റീവ് വ്ളോഗ്സ് തുടങ്ങിയ ഈ ചാനലിന് എനിക്ക് തോന്നി ഇതൊന്നും പോരാ, ഒരു നല്ലൊരു പേര് ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പേരായിരിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹവും മരണപ്പെട്ടു. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒരു മൂപ്പൻ എന്നിട്ടേക്കാം. ഞാൻ ഈ പ്രായത്തിൽ എന്തുകൊണ്ട് മൂപ്പൻ എന്നിട്ടു എന്ന് ചോദിച്ചാൽ പലരും ചോദ്യം അതൊക്കെയാണ്. പ്രായം എനിക്ക് 40 വയസ്സായി. അപ്പോൾ അത് മൂപ്പനാണോ മൂപ്പനല്ലാതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആ കുട്ടിയോട് ഞാൻ പറഞ്ഞാൽ ഇതാണ് കാരണം,
അതുപോലെ ഇദ്ദേഹം ഈ വിജയ് മാധവ് എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിനിടുന്ന പേര് പോലെയല്ല ഒരു കുഞ്ഞിന് പബ്ലിക്കിലേക്ക് നടക്കുന്ന സമയത്തുള്ളൊരു പേര്. അതാണ് ആൾക്കാർ ആശങ്ക ജനിപ്പിച്ചത്. കാരണം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ചില പേരുകൾ, ഇപ്പോൾ ഈ പേരുകൾ പറയുന്നവർ എന്നോട് ദേവി ചെയ്ത് കലഹിക്കാൻ വരുന്നത്, സിനിമയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ശശി, സോമൻ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയില്ല, ശശി, സോമൻ, ഇനിയുണ്ടല്ലോ കുറേ പേരുകൾ. നിങ്ങൾ അറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്യും. ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന പേരുകളുണ്ട്. ഇനി അടുത്ത് ഈ പേര് വളരെയധികം ആൾക്കാരുണ്ട്, ബൈജു. ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറഞ്ഞത്, ആക്ടർ ബൈജു ഒക്കെ ഉണ്ട്. കാരണം അത് ചില സ്ഥലങ്ങളിൽ കളിയാക്കപ്പെടുന്ന പേരുകളാണ്. ഇതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ കണ്ട് നിങ്ങളുടെ അറിവിൽ അങ്ങനെയുള്ള പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പേരുകളുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും കടുകട്ടിയായിട്ട് ഓം പരമാത്മ എന്നുള്ള പേരിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ബുള്ളിങ് ഇല്ല എന്നൊക്കെ ഈ കാലഘട്ടത്തിലേക്ക് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളരെ ഫോർവേഡ് ആയിട്ടുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നു. എൻ്റെ മോന് സ്കൂളിൽ പഠിക്കുന്നതാണ്. നമുക്ക് നന്നായിട്ടറിയാം കുട്ടികൾ പണ്ടത്തതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ കുഴപ്പക്കാരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുഴപ്പക്കാരൻ മീൻസ് എന്താ പറയുമ്പോൾ പണ്ട് സ്കൂളിൽ ശാസിക്കാനും അടിക്കും മറ്റത് ഇതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് സിസ്റ്റം തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ ശിക്ഷിക്കാനുള്ള പാടില്ല ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരങ്ങെടുത്ത് യൂസ് ചെയ്യും. അത് ടീച്ചേഴ്സിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുതയും. ഇനി ബാക്കി കേൾക്കാം. ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി ഇവിടെ നിർത്തുവാണ് താൽക്കാലികമായി. ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ നിൽക്കുക എന്നുള്ളതിന് പറഞ്ഞ് ചീത്ത വിളിക്കരുത്. ഇനി ഒരു യോഗം വരുവാണെങ്കിലും ഞാൻ ഇനി എൻ്റെ കുട്ടിക്ക് പേരിടത്തില്ല. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് സജഷൻ തരും. അപ്പൊ ചോദിക്കരുത് നിന്റെ കുട്ടിക്ക് പേരിടാൻ ഞങ്ങൾ ആരാന്ന് ചോദിച്ച് ചീത്ത വിളിക്കരുത്. ഓക്കെ, നല്ല പേര് അറിയും. ആക്ച്വലി എനിക്ക് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, രണ്ടുപേരുടെ ആ സന്തോഷം, ചിരി, ഇതൊക്കെയാണ്. ഈ സീരിയസ്ലി ഞാൻ സത്യമായിട്ട് ഞാൻ പറയാറില്ല. ഈ പല ഈ ഫാമിലി വ്ളോഗേഴ്സിന് വെറുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വന്നിരുന്നുകൊണ്ട് അവരുടെ കണ്ണുനീര്, കരച്ചിൽ, എനിക്ക് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ കക്കൂസിന് സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ എല്ലാത്തിനും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഭാര്യ അത് ചെയ്തപ്പോൾ എനിക്കിതായി, ഞാൻ ഇത് ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അതായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും അവിഹിതം ഇതൊക്കെ പറഞ്ഞ സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് താല്പര്യമില്ല. ബട്ട് ഇത് നോക്കൂ, വളരെ പോസിറ്റീവായിട്ട് ഇത് കാണുന്ന ഒരാൾക്ക് പോലും ആ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ആ ചിരിയും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, വളരെ കുറച്ചു കാലം ജീവിക്കുന്നവരല്ലേ, നമ്മുടെ ചുറ്റുപാട് കാണുന്ന എന്തെങ്കിലും തരത്തിലുള്ള നന്മകളും പോസിറ്റിവിറ്റിയൊക്കെ ഏറ്റുവാങ്ങുക. ഇദ്ദേഹവും പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാര്യം പരമാത്മ അത് വിട്. അപ്പം ഈ ഒരു തരത്തിലേക്കൊക്കെ അവർ പോയി ഒരു വീഡിയോസൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തുമാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ അബ്രോഡൊക്കെ ഉള്ള ഒത്തിരി മലയാളികളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്, അവരൊക്കെ ഇതുപോലെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിനെ ഓർക്കാനും അവർക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ, നല്ല എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പോസിറ്റിവിറ്റി കീപ്പപ്പ് ചെയ്ത് നമ്മുടെ നാട്ടിൻ പുറത്തും അല്ലെങ്കിൽ ഇതുപോലുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ പേരിടത്തില്ല എന്ന് പറയുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അവിടെ ഒരു സജഷൻ മാത്രമാണ്, ഒരു സുഹൃത്ത് പറയുന്നു വിചാരിക്കുക, അത്രേ ഉള്ളൂ, അതിലപ്പുറം ചിന്തിക്കേണ്ട. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞ് അടുത്ത ആത്മഹത്യ കഴിഞ്ഞ് രണ്ടാമത് ഓം പരമാത്മ എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇനി അടുത്തൊരു മൂന്നാമത്തെ കുഞ്ഞെന്ന് പറയുമ്പോഴേക്കും ആ സിസേറിയൻ കഴിഞ്ഞ ലേഡിക്ക് കുറച്ച് കാലമല്ല റെസ്റ്റ് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ ചെയ്തപ്പോൾ പോസ്റ്റ് പോർട്ടം എന്തോ പറഞ്ഞത് പോസ്റ്റ് പാർട്ടമാണ്, അത് മാറിപ്പോയി, എൻ്റെ മിസ്റ്റേക്കാണ്, സോറി. ഞാനത് സ്പീഡിൽ ഫ്ലോയിൽ പറഞ്ഞു വന്നുകൊണ്ട് തെറ്റിപ്പോയ മിസ്റ്റേക്കാണ്, ആരും എനിക്ക് ചൂണ്ടിക്കാണിച്ചു, ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. അപ്പോൾ ഇവിടെ പോസ്റ്റ് പോർട്ടം ഇഷ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഹെൽത്ത് കുറച്ചുകൂടെ ക്ലിയറായി വരാൻ കുറച്ച് വർഷങ്ങളെടുക്കും. അപ്പോൾ അഥവാ നിങ്ങൾ ഇനി എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും തരത്തിൽ അടുത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വളരെ ഇതായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്ന് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് തന്നെ കുട്ടിക്കിടുക. സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടിക്ക് ആരെങ്കിലും ഒന്ന് കളിയാക്കപ്പെടാൻ സാധ്യത ഉള്ളത് അല്ലാതിരുന്നാൽ നല്ലത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എന്തായാലും ഈ ഓം ഡിസൈൻസോട് കൂടി ഹോം ഡിസൈൻസ് എന്നൊക്കെ ഒരു സ്ഥാപനത്തിന് പേരിടുന്നതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അത് എന്ത് പ്രശ്നമാണുള്ളത്? അതും ഇതുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. അത് എന്ത് പേരും ഇടാം ഒരു സ്ഥാപനത്തിനാണെന്നോ. അതുപോലെ തന്നെ എൻ്റെ ആദ്യ സ്ഥാപനം, ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ മൂക്കത്ത് വിരൽ ചിരിച്ചു പോകും. എൻ്റെ ആദ്യ സ്ഥാപനത്തിൻ്റെ പേര് എഡ് റോളേഴ്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് നടത്തിയ സ്ഥാപനമാണ്. റിപ്പോർട്ട് അതിൻ്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. എഡ് റോളേഴ്സ് എന്നുള്ള പേരെവിടെയും ഉണ്ടോ? ED റോളേഴ്സ്, ED ഒരു റോളേഴ്സ് എന്നുള്ളതാണ്. ഇല്ല, എനിക്ക് റോൾസ് റോയ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ അതൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ആ ഒരു പേര് ഇട്ടത്. അതുപോലെ പലരും പല പേരുകളും ഇങ്ങനെ ഇടുന്നു. അതിനൊന്നും സ്ഥാപനത്തിന് പേരിടുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി ജന്മണ്ടെങ്കിൽ മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ കമ്പനിയുടെ പേര് ലേസഹസ്രാര, ആത്മജയുടെ പേര്, പിന്നെ ആത്മജ സെന്റർ, ഓം പരമാത്മ, ഓം ഡിസൈൻസ്, ഇതോടെ ഞാൻ നിർത്തി. 4 പേര് അതിൽ നിർത്തി. അതെ, അപ്പൊ അതുകൊണ്ട്
ഇത് പറയാൻ വേണ്ടി പിന്നെ ദേവിക ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ. അതെനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പം ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. അതിനും ഈ പറഞ്ഞ മാതിരി ഞാൻ മറ്റേ എന്താ പറഞ്ഞ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞാണ് നമ്മൾ എഡിറ്റിംഗ് ടീംസിനോട് മ്യൂസിക് ഇടാതെ ഇട്ടാൽ മതി. അവരൊരു പഞ്ചാണ് ചേട്ടാ സൂപ്പർ ആയിരിക്കും സിനിമാറ്റിക് ആയിട്ട് ഇടാന്ന് പറഞ്ഞ് മ്യൂസിക് ഇട്ട് വിട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് മ്യൂസിക് ഇട്ടിട്ടാണോ നിങ്ങൾ മറ്റേ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഞാൻ ഇത് വിജയ് കേൾക്കുമെന്ന് അറിയത്തില്ല. വിജയ് ഫാമിലി കേൾക്കും. നിങ്ങൾ ഈ ഒരു കാര്യം കീപ്പപ്പ് ചെയ്യും. നിങ്ങൾ ആൾക്കാരുമായിട്ട് സംവദിക്കാനും സംസാരിക്കാനും ശ്രമിക്കൂ. തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം എന്ത് പോസിറ്റിവിറ്റിയാണ്, വളരെയധികം പോസിറ്റീവാണെന്ന് നിങ്ങൾ പറയാതെ പറയുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളും ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നിങ്ങളെ വ്യക്തിപരമായി വിമർശിക്കാനല്ല, പകരം അവിടെ കണ്ട പല കാഴ്ചകളും ആ കാണുന്ന വ്യക്തികൾക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നതായിരുന്നില്ല. താങ്കളുടെ ഭാര്യയോട് താങ്കൾ ഇടപെടുന്ന രീതി, അതിനകത്ത് അവരോട് നിൽക്കുക എന്നൊക്കെ അപ്പോട്ടെ, അത് കഴിഞ്ഞ കാര്യം. നമ്മൾ പാസ്റ്റ് ഒരിക്കലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആർക്കും ടൈം ട്രാവൽ ചെയ്ത് പുറകിലോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് സംസാരിക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ള ആ ദിവസങ്ങൾ നമ്മളെല്ലാവരും വളരെ ഷോർട്ട് പീരീഡിലാണ്. അത് വിജയ് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ വളരെ ഷോർട്ട് പീരീഡ് ഉള്ള ആൾക്കാർ ആ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, നന്നായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു സംഭവമായിട്ട് പോവുക, അത്രേ ഉള്ളൂ. മറിച്ച് മറ്റ് പല പരിപാടികൾ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതവർ ഇച്ചിരി കളറാക്കി സിനിമാറ്റിക് ആയിട്ട് ചെയ്തതാണ്, ട്രെയിലറൊക്കെ കട്ട് ചെയ്തു. ബട്ട് എനിവേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ടും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വളരെ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്ന് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചതിൽ എവിടെയോ പാളിപ്പോയി. സോ എനിവേ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഈ വിഷയം ഇത്രേ ഉള്ളൂ. ഞാൻ ഒഫീഷ്യലി നമ്മൾ പേരിൽ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നിൽ നിന്ന് ഇനി ഇത്തരത്തിലുള്ള ദോഷമായ കോംപ്രമൈസ് ആണല്ല, ലൈവായിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ നമ്മള് എന്തിനാണ് വെറുതെ? അതൊരു വലിയൊരു പോയിന്റ്, ലൈവായിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഓരോ സ്ഥാപനങ്ങളുടെ മേൽ എന്തുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നതാണ്. അവിടെ ഉണ്ടായേക്കാം. എന്തുകൊണ്ട് വലിയ ചില ആൾക്കാരെ എത്ര തന്നെ അവർക്കെതിരെ ഒരു ശരങ്ങൾ ഇങ്ങനെ തൊടുത്തൊടുപ്പ് മമ്മൂട്ടി മോഹൻലാലും അവരെ കുറിച്ചൊക്കെ എന്തൊക്കെ ഗോസിപ്പ് ഇറങ്ങുന്നുണ്ട്. വലിയ ആൾക്കാരാണ്. അവരെക്കുറിച്ച് ഇറങ്ങുന്നതിനെക്കുറിച്ച് അവർ കാണാതിരിക്കുന്നത് ആരും വിശ്വസിക്കരുത്, അവരും കാണുന്നുണ്ടാവും. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ആ പ്രതികരണം അത് മറ്റ് ചലനങ്ങളിലേക്ക് പോകും, മറ്റു തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോകും. ആ ചർച്ചകളിലൂടെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മോശമായ പേരും അവഖ്യാതികളും വന്നേക്കാം. അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കും. നിങ്ങൾ പറയേണ്ടെന്നല്ല കേട്ടോ, ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല നിങ്ങളെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ കേട്ടോണ്ട് പോകണമെന്ന്. പറയണം, ഞാൻ പറയുന്ന ഒരാളല്ലേ, അത് പറയണം. പക്ഷെ നിങ്ങളിങ്ങനെ ഇനിയൊന്നും പറയത്തില്ല, മിണ്ടത്തില്ല, അതൊന്നും വേണ്ട, മുന്നോട്ട് പോവാ. സന്തോഷമല്ലേ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിൽ പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചാണെന്ന്. നമുക്ക് 4000 കമന്റ്സ് എന്തൊക്കെയോ വന്നാലും നമുക്ക് എല്ലാ കമന്റ്സും കാണാൻ പറ്റുമല്ലോ. ഇപ്പം മാഷ് പറഞ്ഞ മാതിരി അല്ലാത്തതിന്റെ കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. വളച്ചൊടിച്ചിട്ടില്ല, കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. ഞാൻ കള്ളത്തരം പറയാറില്ല, വളരെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ബാക്കിയൊന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇട്ടവരെല്ലാം ആ കമന്റ് ഇട്ടെന്നല്ല പറഞ്ഞത്. അതെ അല്ല, ഇത് രണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ബാക്കിയുള്ള സെപ്പറേഷൻ പറഞ്ഞ ആ കമന്റ് ഒക്കെ ഞാനും കണ്ടതാണ്. കാരണം ഞാൻ എല്ലാ കമന്റും വായിക്കുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ. അപ്പൊ അത് രണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതാണ് ഞാൻ ഇത്രയും വിഷമിക്കാനായിട്ടുള്ള ഒരു റീസൺ. ആ രണ്ട് കമന്റാണ് എനിക്ക് ഇത്ര എന്നെ ഹോണ്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ അത് ഇല്ല, ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തില് കുറെ പേര് എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഒക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജനറലി എല്ലായിടത്തും കൂടെ പറയാണ്, ഞാൻ തെറ്റിദ്ധരിച്ചതോ വളച്ചൊടിച്ചതോ ഒന്നും അല്ല, കണ്ടതാണ്, കാണാത്തതൊന്നും നമ്മൾ പറയും. ഓക്കെ, അവരുടെ ആ ഒരു ആത്മാർത്ഥതയും അവരുടെ ആ ഒരു വേദന ഉണ്ടായ ആ വാക്കുകളും ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കത് യോജിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ക്രൂരമാവരുത്, നമുക്ക് അഭിപ്രായം പറയാം, വിമർശിക്കാം, പക്ഷെ അത് ക്രൂരമാകരുത് എന്നുള്ളത് തന്നെയാണ്. അവരുടെ അവർ പറഞ്ഞ 1-2 വാക്കുകൾ കേട്ടായിരുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത്. നമ്മൾ വെറുതെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്തായിരുന്നാലും അവർക്കത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ്, കുഞ്ഞല്ലേ. അപ്പോൾ ജനിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ കുഞ്ഞിലേക്ക് തന്നെ വരുന്ന തരത്തിലുള്ള കമൻറ്റ് അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും യോജിക്കത്തില്ലല്ലോ. സോ അതാണ് അവരത് പറഞ്ഞത്. എന്തായിരുന്നാലും അതിലൊരു വേദന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങളിപ്പം സിസേറിനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ലേഡിയാണ്, റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ കയറി ഒത്തിരി നേരം നിൽക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം എനിക്ക് 2 കുട്ടികളുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇല്ല, അപ്പൊ ഇതോടെ നമ്മള് ആ ഒരു ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഭാഗത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞാണ് അവസാനിച്ചില്ല. അല്ല, ഇത് ലാസ്റ്റ് ഇനിയില്ല, ഇത് സന്തോഷത്തോടെ നമ്മൾ പറയാണ്. കാരണം ഇന്നലെ നമ്മള് ഞാൻ ഇന്നലെ ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഇതായിട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എനിക്ക് അതവിടെ തീർന്നു. പുതിയ നമ്മളിത് ചെറിയൊരു വീഡിയോ ആണ്, അതിനെ ഫുൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അവരുടെ വീഡിയോക്ക് അത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അത്രയും വേണ്ട. ഞാൻ അതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു, നമ്മളും പറയുന്ന നിർത്തുകയാണ്. ഞാനിത് ഒരു കാര്യം മാത്രം പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം.
ലൈഫിനകത്ത് നമ്മൾ ചില സമയങ്ങളിൽ എടുക്കുന്ന ഡിസിഷൻസ് അത് നമ്മുടെ തന്നെ ഡിസിഷനാണ്, നമ്മുടെ ലൈഫാണ്, നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഒരു സംശയമില്ല. പക്ഷേ എങ്കിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില വസ്തുക്കളുടെ തർക്കങ്ങൾ, അതോടൊപ്പം തന്നെ എന്താണ് ചില എന്തെങ്കിലും തരത്തിലെ അച്ഛനമ്മമാരിടയ്ക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഇത് കാരണം തന്നെ ചില തീരുമാനങ്ങൾ കാരണം അവരുടെ വസ്തുക്കളും വകകളൊക്കെ മറ്റു ചില ആൾക്കാരിലേക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം മനഃപൂർവ്വം അല്ലെങ്കിലും ചെയ്തു പോയ കാരണത്താൽ ബുദ്ധിമുട്ട് പിന്നീട് അനുഭവിക്കുന്ന പിൽക്കാലത്ത് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം. ഇവിടെ ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, എങ്കിലും ഞാനൊരു കാര്യം ഇപ്പോഴും രണ്ടുപേർക്ക് പറയാം. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളി ചെയ്യുന്ന കുട്ടികളാണ്. ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, എൻ്റെ അറിവിൽ വന്ന് 90%. ഇതെല്ലാം എങ്കിൽ നിങ്ങൾ തന്നെ പറയണം. ഇന്ന് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് നിറത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ബുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ബോഡി ഷെയിമിങ്, അതായത് ശരീരത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ചില കുറവുകളെന്നല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനെയും അവർ കളിയാക്കാറുണ്ട്. ഭയങ്കരമായിട്ട് വളരെ ക്രൂരമായിട്ട് അതിനെ ആസ്വദിക്കാറുമുണ്ട്. ഒരു സാഡിസ്റ്റിക് മൈൻഡ് സെറ്റോടുകൂടി കുറേയധികം. ചിലയിടത്ത് മാത്രം ഇതൊക്കെ പറച്ചിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മെജോറിറ്റി സ്ഥലങ്ങളിലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് സർവൈവ് ചെയ്തൊരു കുട്ടി വരണം, കാരണം അടുത്ത കാലമാണ്. പക്ഷേ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാതെ ആ കുട്ടികളിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കും ഈ സമയത്ത് പറയാനുള്ളൂ. കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാനും പറയാം, നമ്മൾ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഞാനും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരിക്കലും അദ്ദേഹം ചെയ്തേക്കുന്ന ആ ഒരു പേരിട്ടതിലൂടെയും അതിലൂടെ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആ ഒരു തരം അടിച്ചേൽപ്പിക്കലായി പോയി തോന്നി. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് 2 പേരും വന്ന് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഇനി ഇതേപോലെ പോകണമെന്നുള്ളതാണ്. എല്ലാവരുടെ ലൈഫിൽ പുറത്ത് കാണിക്കുന്നില്ല. അവർ കാണിക്കുന്നതിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സഭ്യമായിരിക്കണമെന്നൊരു മാന്യമായൊരു വിമർശനം മാത്രമാണ്. എന്തായിരുന്നാലും 2 കുഞ്ഞുങ്ങൾക്കും നന്നായിട്ട് സന്തോഷകരമായിട്ട് ലൈഫ്, അതുപോലെ തന്നെ അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് വരട്ടെ. അതോടൊപ്പം തന്നെ വൈഫും നിങ്ങളും ഒക്കെ നന്നായിട്ടിരിക്കട്ടെ. ഇത് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ഗൈസ്, ബൈ.